ഇതുപോലുള്ള വീഡിയോസിൽ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ട്രാക്ക് ചെയ്ത്, അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടോ, അതായത് ആ ടെക്സ്റ്റ് ഒരു ഒറ്റ പൊസിഷനിൽ അനങ്ങാതെ ഇരിക്കണം, വീഡിയോ മൂവ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെക്സ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെ ഉണ്ടാകാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാമറ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാമറ ട്രാക്കിംഗ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ക്യാമറ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോയിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ അതിലേക്ക് ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അത് അവിടെ തന്നെ ഫിക്സ് ആക്കി വെക്കുന്ന ഒരു ഇതിനെയാണ് ക്യാമറ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ആഫ്റ്റർ എഫക്റ്റിൽ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൈം ലൈനിലേക്ക് ഒരു ക്ലിപ്പ് എടുത്തിട്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ ട്രാക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് അതിൽ ട്രാക്ക് ക്യാമറ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കമ്പോസിഷനിൽ കാണാൻ പറ്റുന്ന അനലൈസ് ചെയ്യണതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ട് എഫക്ട് കൺട്രോളിൽ താഴെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അതൊന്ന് ഇനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ഫ്രെയിമും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ അനലൈസ് ചെയ്യും. അത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഓരോ ഫ്രെയിമും കൂടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോൾവിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ട്രാക്ക് പോയിന്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ട്രാക്ക് പോയിന്റ്സിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ട്രാക്ക് പോയിന്റ് എവിടെയെന്നുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രാക്ക് പോയിന്റ് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ എന്നൊരു ഓപ്ഷൻ എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയറും ഒരു ക്യാമറയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കമ്പോസിഷൻ നോക്കിയാൽ കാണാം. എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ കണ്ടാം അതുപോലെ ആ ടെക്സ്റ്റ് ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആപ്റ്റായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാമറ ട്രാക്ക് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി വരും ദിവസങ്ങളിൽ ക്യാമറ ട്രാക്കിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെ ഒക്കെ പല പല കാര്യങ്ങൾ നമ്മൾ ആഫ്റ്റർ എഫക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.